ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഷോർട്സ് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു രീതി കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. രണ്ട് കുട്ടികൾക്ക് വയ്യാണ്ടായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും, പിന്നെ മോനൊരു സർജറി ഉണ്ട്, അഡിനോയിഡിൻ്റെയും ടോൺസിലൈറ്റിസിൻ്റെയും സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. മോനാണെങ്കിലും അലർജിയൊക്കെ കൂടിയിട്ട് കുറച്ച് പ്രശ്നമായിട്ട്, അപ്പോൾ പെട്ടെന്ന് സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുകയായിരുന്നു. അപ്പോൾ സർജറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്, തൃശ്ശൂർ. സെപ്റ്റംബർ 25 സർജറി. 24 അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പോൾ 24 ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അവന് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ കാലത്ത് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഡേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ കാലത്ത് ഇറങ്ങിയതല്ലേ, കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. കനിമോൾ നല്ല ഉറക്കമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് ആളെ എണീറ്റത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഡേറ്റൊക്കെ മാറ്റി പിന്നെ അവിടെ നേരെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. 9 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളൊരു 9:30, 9:45 ആവുന്ന സമയപ്പോൾ എത്തി. കുട്ടികളൊക്കെയാണ് യാത്ര ചെയ്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടെ നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത്, അപ്പോൾ അതിനുവേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ സർജറി പറഞ്ഞ സമയം നമ്മളവിടെ എമൗണ്ട് ചോദിച്ചപ്പോൾ നല്ലൊരു എമൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് പറ്റുന്നതല്ല. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലർക്കത് നിസ്സാര തുകയാകാം, പക്ഷെ ഞങ്ങൾക്കത് വലിയൊരു എമൗണ്ട് ആയ കാരണം നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ വന്നു. മെഡിക്കൽ കോളേജിൽ വന്ന് പറഞ്ഞപ്പോൾ അവർ ഡേറ്റ് ഇല്ല, അടുത്ത വർഷത്തേക്കാണ് ഡേറ്റ് ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് ഇത്തിരി കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം സ്കൂളിലൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ നല്ല ബുദ്ധിമുട്ടായ കാരണം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്, അതെങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാം, മക്കളുടെ കാര്യമല്ലേ, വൈകിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി പിന്നെ നമ്മൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചു, തൃശ്ശൂർ. അങ്ങനെ അവിടുന്ന് ഓപ്പറേഷനുള്ള ഡേറ്റൊക്കെ തന്നു. മൂക്കിൻ്റെ അഡിനോയിഡിൻ്റെ നമ്മൾ കോബ്ലേഷനാണ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് വേദനയൊക്കെ കുറവുള്ളതായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പം മോനോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം ആൾക്ക് പേടിയോ വിഷമോ സങ്കടമോ അങ്ങനെയുള്ളതൊന്നുമില്ല. ആൾ നല്ല കൂളായിട്ടാണ് അവിടെ വന്നതും ഒക്കെ ചെയ്തത്. പക്ഷേ തൊണ്ടയിലെ ടോൺസിലൈറ്റിസിൻ്റെ സർജറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള വേദനയെ പറ്റിയൊന്നും നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ എല്ലാവരും ഒരു ദിവസം ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റേ ഉള്ളൂ, പിന്നെ വീട്ടിൽ വരാൻ വലിയ കുഴപ്പമില്ല, അങ്ങനെയാണ്, ചെറിയ വേദന ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അത്ര ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നീടുള്ള കുറേ ദിവസങ്ങൾ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ അഡ്മിഷൻ എടുത്ത് കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. വരുന്ന കോൾ പോലും എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുക? കാരണം മോനെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഓരോ ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് എടുക്കാനും സൂചി കുത്തുകയും ചെയ്യുമ്പോൾ തന്നെ എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓപ്പറേഷന് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അത് കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണേ എടുത്തിട്ടുണ്ടായില്ല. ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോളും കൂടി എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കനിമോൾ ഭയങ്കര കുറുമ്പാണ്. കനിമോളുടെ പിന്നാലെ തന്നെ നമ്മൾ 2 പേര് വേണം, അതേപോലത്തെ കുറുമ്പാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ്റെ കാര്യം, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാത്തത് സത്യത്തിൽ ഫോൺ എടുക്കാൻ എനിക്ക് പറ്റുന്ന മാനസികാവസ്ഥയായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ആദ്യത്തെ ആ ചിരിച്ചിരിക്കുന്ന മുഖം മാത്രമേ എൻ്റെ മോൻ്റെ ഉള്ളൂ. കരയുന്ന മുഖമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല അവനെ ആശ്വസിപ്പിക്കാൻ. ഇപ്പോൾ ഈ ചിരിക്കുന്ന മുഖം ഇത് കുത്തി 1 മണിക്കൂറിന് ശേഷമുള്ള മുഖമാണിത്. ആ 1 മണിക്കൂറും കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ആലോചിച്ചത് എങ്ങനെയാവും സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഓർത്ത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു വന്ന് നല്ല ബുദ്ധിമുട്ടായിരുന്നു മോന്. ഇത് പിന്നെ അതിന് മുന്നുള്ള ദിവസത്തെ അഡ്മിഷൻ എടുത്ത ദിവസം രാത്രിയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടും കനിമോൾ 1 മണി വരെ ഉറങ്ങാണ്ടിരുന്നിട്ട്